മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ വഴക്ക് തന്നെയാണ്. നമ്മുടെ അനുമോളും അതേപോലെ തന്നെ ലക്ഷ്മിയും തമ്മിലാണ് വഴക്ക് നടക്കുന്നത്. രാത്രി എല്ലാവർക്കും കഴിക്കാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇത് ഞാനും അതേപോലെ തന്നെ അനീഷേട്ടനും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ജയിലിൽ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇന്നലെ ചോറ് ബാക്കി വന്നിട്ടുണ്ട്, ഇന്നലെ ബാക്കി വന്ന ചോറ് ഒരു ബൗൾ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ട്, അതേപോലെ ഇന്നും ബാക്കി വരുമ്പോൾ എല്ലാ ദിവസവും ഇതൊന്ന് അറിഞ്ഞും കണ്ടും ഇട്ടുകൂടെയെന്ന് അനുമോട് പറയുന്നുണ്ട്. ഞാൻ രാവിലെ വന്നപ്പോൾ ലക്ഷ്മി അരി ഇടുന്ന സമയത്ത് ഞാൻ ലക്ഷ്മിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത്രയും ഇടേണ്ട ആവശ്യമില്ലയെന്ന്. അപ്പോൾ ലക്ഷ്മി എന്നോട് പറഞ്ഞു, അനുമോൾ എന്നെ പഠിപ്പിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് തുള്ളിയതാണ്, ഞാൻ ലക്ഷ്മിനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇത് ഒരു ബൗൾ നിറച്ചും ചോറ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇതിപ്പോൾ നാളെ നമുക്ക് എടുക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നാളെ നമുക്ക് ഫുഡ് വരും, നാളെ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല, മറ്റന്നാൾ ആവുമ്പോഴേക്കും ഇത് നാശമായി പോവും, റേഷൻ വരുന്നുണ്ടെന്ന് കരുതി ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് നമ്മുടെ അനുമോൾ ലക്ഷ്മിക്കെതിരെ പറയുന്നുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, മറ്റന്നാൾ നമുക്ക് നോക്കാം, മറ്റന്നാൾ നമുക്ക് ഇതെടുത്ത് കഴിക്കുന്ന സമയത്ത് വല്ല സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, മറ്റന്നാൾ ഈ ഫുഡ് കഴിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം അത്രയും ദിവസം ഫുഡ് വെച്ചിട്ട് മറ്റന്നാളത്തേക്ക് ഇത് നന്നായിരിക്കുമെന്ന് അറിയാൻ പറ്റില്ല, ഇത് 2 ഫുഡ് ഉണ്ടായതും ഇന്നലത്തെയും ഉണ്ട്, അതേപോലത്തെ ഇന്നത്തെയും ഫുഡുണ്ട്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും അത് നാശമാവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അനുമോൾ പറയേണ്ടത്, നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ, അപ്പോൾ കിടന്ന് തുള്ളിയിട്ടല്ലേ, അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്.